കേരളത്തിൽ റിസോർട്ടുകളൊന്നും ആരും ബുക്ക് ചെയ്തിട്ടില്ല. ചിലരൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തു പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു അല്ലേ? ചെറുതായിട്ടൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ്. അത് എന്തിനു പോയി എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ട്. മംഗലാപുരത്ത് പോയ ചാർട്ടേഡ് ഫ്ലൈറ്റ് തിരിച്ചും വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ ഉള്ളതെന്നൊക്കെ ഇനി അറിയണം. ആരൊക്കെയാണ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്, ആരെ കാണാനാണ് പോയത്, എന്തിനാണ് ഇത് എടുക്കപ്പെട്ടു പോയത്, ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മണിക്കൂറുകൾ അറിയാം. കൂടിക്കാഴ്ച നടത്തിയവർ ഫേസ്ബുക്കിലിട്ട് പടം എടുത്തിട്ട് എന്തോ ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന മട്ടില്ല. ആ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ സാങ്കത്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചിലർ ചോദിക്കുന്നത്. ഈ സമയത്ത് അടിയന്തരമായി എന്തിനാണ് ഈ ഇങ്ങനെ കൂടിക്കാഴ്ച എന്നാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ എക്സിറ്റ് പോളിനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിന്റെ എക്സിറ്റ് പോളിനെ കുറിച്ച് നമുക്ക് ഏകദേശം കാര്യം എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറയാം, അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ നോക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ BJP തൂത്തുവരും എന്നുള്ള നിലയ്ക്കാണ് ബംഗാളിനെ കുറിച്ച്. കാരണം അവിടെ എന്താണ് ന്യൂനപക്ഷ കൺസോർഷ്യം നടക്കുന്ന സ്ഥലമാണ് ബംഗാൾ എല്ലാ കാലത്തും. ഒരു 90-95 സീറ്റിൽ വളരെ പ്രധാനമാണ്.